മലങ്കര കാത്തലിക് ടിവിയുടെ ഹൃദയപൂർവ്വം എന്ന പരിപാടിയിൽ ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് മേരി മക്കൾ ഡോട്ടേഴ്സ് ഓഫ് മേരി സന്യാസിനി സമൂഹത്തിൻ്റെ മദർ ജനറലായിരിക്കുന്ന മദർ ലിഡിയ DM ആണ്. മദറിന് ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം. മലങ്കര കത്തോലിക്ക സഭയിൽ സ്ഥാപിതമായ മേരി മക്കൾ സന്യാസിനി സമൂഹം സഭയ്ക്കകത്തും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും നിരവധിയായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണല്ലോ. ഈ സമൂഹത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ പ്രേക്ഷകർക്ക് അതിയായ ആഗ്രഹമുണ്ട്. മദർ, എന്നാണ് ഈ സമൂഹം സ്ഥാപിതമായത്? ആരാണ് ഈ സമൂഹത്തിൻ്റെ സ്ഥാപകൻ? മേരി മക്കൾ സന്യാസിനി സമൂഹം സ്ഥാപിതമായിട്ട് ഇപ്പോൾ 83 വർഷമായി. 1938 മെയ് 8 മാർത്താണ്ഡത്താണ് ഈ സമൂഹം സ്ഥാപിതമായത്. വന്നി മോൺസിഞ്ഞോർ ജോസഫ് കുഴിഞ്ഞാലിൽ അച്ഛനാലും സഹസ്ഥാപകയായിരിക്കുന്ന മദർ മേരി കല്ലറക്കലിനാലും സ്ഥാപിതമായ കോൺഗ്രിഗേഷനാണ് മേരി മക്കൾ സന്യാസിനി സമൂഹം. മോൺസിഞ്ഞോർ ജോസഫ് കുഴിഞ്ഞാലിൽ അച്ഛനും മദർ മേരി കല്ലറക്കലും പാലാ സ്വദേശികളായിരുന്നു. പിറവിത്താനം ഇടവകയിൽ നിന്നുള്ളവരായിരുന്നു. ചങ്ങനാശ്ശേരി രൂപതാംഗങ്ങളും ആയിരുന്നു. പുനരേക്ക് ശില്പിയായ മാർ ഇവാനിയോസ് പിതാവ് മലങ്കര കത്തോലിക്ക സഭയിൽ ആത്മീയ ശുശ്രൂഷകൾ നിർവഹിക്കുവാനായിട്ട് വൈദികർ വിരളമായിരുന്നതിനാൽ കേരളത്തിലെ വിവിധ സെമിനാരികളിലും ചെന്ന് മലങ്കര കത്തോലിക്ക സഭയുടെ മിഷൻ സാധ്യതകളെക്കുറിച്ചും പ്രേക്ഷിത പ്രവർത്തനങ്ങളെക്കുറിച്ചും അതിൻ്റെ മേഖലകളെക്കുറിച്ചും വിശദീകരിച്ചു കൊടുത്തിരുന്നു. മാർ ഇവാനിയോസ് പിതാവിൻ്റെ പ്രസംഗത്തിൽ അല്ലെങ്കിൽ ക്ലാസ്സിൽ ആകൃഷ്ടനായ ജോസഫ് കുഴിഞ്ഞാലിൽ അച്ഛൻ മാർത്താണ്ഡത്തേക്ക് മിഷൻ പ്രവർത്തനത്തിന് വരാനായിട്ട് താല്പര്യം പ്രകടിപ്പിച്ചു. അങ്ങനെ പുനരേക്കത്തിൻ്റെ ആദ്യ നാളുകളിൽ മാർ ഇവാനിയോസ് പിതാവിൻ്റെ ക്ഷണം സ്വീകരിച്ച് ചങ്ങനാശ്ശേരി രൂപതയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് അല്ലെങ്കിൽ മലങ്കര കത്തോലിക്ക സഭയിലേക്ക് കടന്നു വന്ന യുവ വൈദികനായിരുന്നു മോൺസിഞ്ഞോർ ജോസഫ് കുഴിഞ്ഞാലിൽ. കുഴിഞ്ഞാലിലച്ചൻ ഈ ആഗ്രഹം ചങ്ങനാശ്ശേരി രൂപതയെ മെത്രാനെ അറിയിച്ചപ്പോൾ അവരുടെ പ്രതികരണം എന്തായിരുന്നു? വാസ്തവത്തിൽ വളരെ ദുരിതപൂർണമായ ഒരു അന്തരീക്ഷമായിരുന്നു അന്ന് തെക്കൻ നാട്ടിലുണ്ടായിരുന്നത്. പലരും മിഷൻ പ്രവർത്തനത്തിനായി വന്നിട്ട് സ്വന്തം രൂപതയിലേക്ക് തിരിച്ചുപോയി. ഈ ഒരു സാഹചര്യത്തിലാണ് അന്നത്തെ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മെത്രാനായിരിക്കുന്ന വന്നി കാളശ്ശേരി പിതാവിൽ നിന്ന് പിതാവിൻ്റെ അടുക്ക് അഭ്യർത്ഥനയുമായിട്ട് ജോസഫ് അച്ഛൻ ചെല്ലുന്നത്. നല്ല മിടുക്കനായ, നല്ല ധ്യാന പ്രസംഗകനായ, ചുറുചുളുക്കുള്ള അച്ഛനെ ഇങ്ങോട്ട് അയക്കുന്നതിന് പിതാവിന് മനസ്സുണ്ടായിരുന്നില്ല. എങ്കിലും അച്ഛൻ്റെ നിർബന്ധത്തിന് വഴങ്ങി വന്നി ജെയിംസ് കാളാശ്ശേരി പിതാവ് തന്നെ അച്ഛനെ തിരുവനന്തപുരത്തേക്ക് മിഷൻ പ്രവർത്തനത്തിനായി അയക്കുകയാണ് ഉണ്ടായത്. തിരുവനന്തപുരത്തേക്ക് വന്ന കുഴിഞ്ഞാലിലച്ചൻ എന്ത് കാരണത്താലാണ് ഈ മാർത്താണ്ഡം ഭാഗം തിരഞ്ഞെടുത്തത്? മിഷൻ തീഷ്ണത ഒന്നുകൊണ്ട് മാത്രമാണ് അച്ഛൻ ഈ തിരുവനന്തപുരത്തേക്ക് വന്നത്. അച്ഛൻ നേരത്തെ തന്നെ മാർത്താണ്ഡത്തെ പറ്റിയൊക്കെ തെക്കൻ പ്രദേശമായ മാർത്താണ്ഡത്തെപ്പറ്റി കേട്ടിട്ടുണ്ടായിരുന്നു. വൈദിക പട്ടം സ്വീകരിച്ച് 1 വർഷം ആകുന്നതിന് മുമ്പ് തന്നെ തിരുവനന്തപുരത്ത് ജോസഫ് അച്ഛൻ എത്തി. മാർ ഇവാനിയോസ് പിതാവ് കത്തീഡ്രൽ വികാരി സ്ഥാനവും വന്യപിതാവിൻ്റെ സെക്രട്ടറി സ്ഥാനവും വാഗ്ദാനം ചെയ്തു. എങ്കിലും അത് സ്നേഹപൂർവ്വം ജോസഫ് കുഴിഞ്ഞാലിലച്ചൻ നിരസിച്ചു. വീണ്ടും പിതാവിനോട് അപേക്ഷിച്ചു, എനിക്ക് മിഷൻ പ്രവർത്തനത്തിന് പോകാൻ പ്രേക്ഷിത പ്രവർത്തനമാണ് എനിക്ക് താല്പര്യമെന്ന് അറിയിച്ചതനുസരിച്ച് മാർ ഇവാനിയോസ് പിതാവ് തന്നെ അച്ഛനെ തെക്കൻ പ്രദേശമായ മാർത്താണ്ഡത്തേക്ക് മിഷൻ പ്രവർത്തനത്തിനായി അയക്കുന്നു. തിരുവനന്തപുരത്തേക്ക് എത്തിച്ചേർന്ന ജോസഫ് കുഴിഞ്ഞാലിലച്ചൻ മാർത്താണ്ഡം കേന്ദ്രമാക്കി തൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നു. എന്തായിരിക്കും മാർത്താണ്ഡം കേന്ദ്രമാക്കി അച്ഛൻ്റെ പ്രവർത്തനം ആരംഭിച്ചതിൻ്റെ ലക്ഷ്യവും അച്ഛൻ്റെ അവിടുത്തെ ജീവിതശൈലിയും മദനൊന്ന് വിശദീകരിക്കാമോ? മാർത്താണ്ഡത്ത് മിഷൻ പ്രവർത്തനത്തിനായി കടന്നു വന്ന അച്ഛന് താമസത്തിന് സ്ഥലം ലഭിച്ചിരുന്നില്ല. പല സ്ഥലങ്ങളിലും അന്വേഷിച്ചിട്ട് അവസാനം ലഭിച്ചത് പിശാച് ബാധയുണ്ട് എന്ന് പറഞ്ഞ് ആരും താമസിക്കാൻ ധൈര്യപ്പെടാതിരുന്ന ആ വീട്ടിൽ 3 രൂപ വാടക കൊടുത്ത് ആത്മധൈര്യവും ദൈവാശ്രയവും കൈമുതലാക്കി അച്ഛൻ ആ വീട്ടിൽ താമസം ആരംഭിച്ചു. അച്ഛൻ കൃത്യനിഷ്ഠയുടെ മനുഷ്യനായിരുന്നു. രാവിലെ 4 മണിക്ക് ഉണർന്ന്
കുഴിത്തുറ ആറ്റിൽ പോയി കുളിയും കഴിഞ്ഞ് പ്രാർത്ഥന, ധ്യാനം, വിശുദ്ധ കുർബാന ഇവയ്ക്ക് ശേഷം ഭവന സന്ദർശനത്തിനായി പോകും. സന്ധ്യ വരെ ഭവനങ്ങൾ സന്ദർശിച്ച് വചനപ്രഘോഷണം നടത്തും. 3 രൂപ വാടകയ്ക്കെടുത്ത് ഒരു സൈക്കിളിലായിരുന്നു യാത്ര. തിരിച്ചു വന്നാൽ ഉടൻ തന്നെ വീണ്ടും കുഴിത്തറ ആറ്റിൽ പോയി കുളിക്കും. കുളി കഴിഞ്ഞ് ജപമാല, കാനോന നമസ്കാരം, ശ്ലീബാപാത, ആത്മീയ ഗ്രന്ഥ പാരായണം ഇവ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഉറങ്ങിയിരുന്നുള്ളൂ. അച്ഛൻ്റെ ത്യാഗപൂർണമായ ഈ പ്രേക്ഷിത പ്രവർത്തനത്തോട് ജനങ്ങൾ എപ്രകാരമാണ് പ്രതികരിച്ചിരുന്നത്? എല്ലായിടങ്ങളിലെ പോലെ ഇവിടെയും സമ്പന്നരും സാധാരണക്കാരും ഉണ്ടായിരുന്നു. പലപ്പോഴും സാധാരണക്കാരെ ചൂഷണം ചെയ്തിരുന്ന സമ്പന്നരുടെ പ്രതികരണം എതിർപ്പിൻ്റേതായിരുന്നു. എങ്കിലും അനേകർ സുവിശേഷാത്മകമായ ജീവിതത്തിന് ക്രിയാത്മകമായി പ്രതികരിച്ചു. അങ്ങനെ 1934 ഓഗസ്റ്റ് 21 18 കുടുംബങ്ങളിൽ നിന്നായി 38 പേർക്ക് അച്ഛൻ ജ്ഞാനസ്നാനം കൊടുത്തു. അങ്ങനെ മാർത്താണ്ഡത്ത് ആദ്യമായി ഇടവക സമൂഹത്തിന് രൂപം കൊടുക്കുവാൻ അച്ഛന് സാധിച്ചു. ആദ്യത്തെ 3 വർഷത്തിനുള്ളിൽ 3000 പേരോളമാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ചത്. മാർത്താണ്ഡത്തെ ജനങ്ങളുടെ ജീവിതം ഏറെ ദുരിതപൂർണമായിരുന്നു. നാട്ടിലെങ്ങും കോളറ ബാധയുണ്ടായി. ജനങ്ങൾ മന്ത്രവാദികളെ സമീപിച്ചു. ഗവൺമെൻറ് ഡോക്ടേഴ്സിനെ ചികിത്സയ്ക്കായി അയച്ചു കൊടുത്തു. പക്ഷേ ഇതുകൊണ്ടൊന്നും ഫലമുണ്ടായില്ല. ജനങ്ങളുടെ വിഷമസ്ഥിതി മനസ്സിലാക്കിയ അച്ഛൻ ഭവനങ്ങൾ തോറും കയറി ഇറങ്ങി പുൽത്തൈലം ചേർത്ത വെള്ളം പ്രാർത്ഥനാപൂർവം കൊടുത്തു. അത് കുടിച്ചവരെല്ലാവരും സൗഖ്യം പ്രാപിച്ചു. ഇതുമൂലം ധാരാളം മക്കൾ അച്ഛൻ്റെ അടുത്ത് മരുന്ന് വാങ്ങുന്നതിനും ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നതിനുമായി കടന്നു വന്നുകൊണ്ടിരുന്നു. അങ്ങനെ സഭ അതിവേഗം വളർന്നു. ദൈവജനത്തിൻ്റെ ഇടയിലുള്ള അച്ഛൻ്റെ തുടർ പ്രവർത്തനങ്ങൾ എന്തെല്ലാമായിരുന്നു? ജ്ഞാനസ്നാനം സ്വീകരിച്ച വിശ്വാസികൾക്ക് ആത്മീയ സഹായം ചെയ്തു കൊടുക്കുന്നതിനു വേണ്ടി പല മിഷൻ സ്റ്റേഷനുകളും അച്ഛൻ സ്ഥാപിച്ചു. അവിടെയെല്ലാം ആഴ്ച തോറും പോയി വിശുദ്ധ കുർബാന, വിശുദ്ധ കുമ്പസാരം, മതബോധനം ഇങ്ങനെയുള്ള മറ്റ് ആത്മീയ സഹായങ്ങൾ അച്ഛൻ ചെയ്തു കൊടുത്തിരുന്നു. അമ്പിളികോണം എന്ന സ്ഥലത്ത് അച്ഛൻ മിഷൻ സ്ഥാപിച്ചപ്പോൾ ആദ്യത്തെ ദിവസം തന്നെ 600 പേരാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ചത്. ഇങ്ങനെ വന്നപ്പോൾ അച്ഛന് ഇവരെ വിശ്വാസത്തിൽ വളർത്തുന്നതിന് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. അച്ഛൻ ചിന്തിച്ചു, ഉപദേശിമാരും ഉപദേശിനികളും ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന്. അതനുസരിച്ച് അച്ഛൻ ഉപദേശിമാരെയും ഉപദേശിനിമാരെയും തിരഞ്ഞെടുത്തു. അവർക്ക് വേണ്ടതായ പരിശീലനം അച്ഛൻ തന്നെ നൽകുകയും അവരോട് വേണ്ടത്ര അടുപ്പം, സ്നേഹം, ഒരു ആത്മീയ ബന്ധം നിരന്തരം കാത്തുപാലിക്കുകയും ചെയ്തിരുന്നു. മാർത്താണ്ഡത്ത് എങ്ങനെയാണ് ഒരു സന്യാസിനി സമൂഹം സ്ഥാപിതമായത്? അച്ഛൻ്റെ പ്രേക്ഷിത പ്രവർത്തന മേഖലകൾ വികസിച്ചു. മിഷനുകളുടെ എണ്ണം വർദ്ധിച്ചു. ഇങ്ങനെയുള്ള അവസരത്തിൽ തന്നെ പ്രേക്ഷിത പ്രവർത്തനത്തിൽ സഹായിക്കുവാനും സ്ത്രീകളുടെയും കുട്ടികളുടെയും കാര്യത്തിൽ ശ്രദ്ധിക്കുന്നതിനുമായി സന്യാസിനികൾ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് അച്ഛൻ ചിന്തിച്ചു. അതനുസരിച്ച് അച്ഛൻ പല മഠങ്ങളും സന്ദർശിക്കുകയും സിസ്റ്റേഴ്സിനെ ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ ഇവിടെ നിന്നൊന്നും ഫലമുണ്ടായില്ല. അപ്പോൾ അച്ഛൻ ചിന്തിച്ചു, ഒരു സന്യാസിനി മഠം ഇവിടെ തന്നെ ആരംഭിക്കുന്നത് നല്ലതാണ് എന്ന്. അതനുസരിച്ച് തൻ്റെ ആഗ്രഹം ദേവദാസൻ മാറിവാനിയോസ് പിതാവിനെ അറിയിക്കുകയും വന്യപിതാവ് അതിന് അനുമതി നൽകുകയും ചെയ്തു. അങ്ങനെ മേരിമക്കൾ സന്യാസിനി സമൂഹം മാർത്താണ്ഡത്ത് സ്ഥാപിതമായി. ഇന്ന് ഭാരതത്തിലും കേരളത്തിലും അനേകം സമർപ്പിത സമൂഹങ്ങളുണ്ട്. എന്നാൽ ഡോട്ടേഴ്സ് ഓഫ് മേരിമക്കൾ സന്യാസിനി സമൂഹത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഏതൊരു സന്യാസിനി സമൂഹത്തിൻ്റെയും കോൺഗ്രിഗേഷൻ്റെയും അനന്യത എന്ന് പറയുന്നത് അതിൻ്റെ ക്യാരിസം അല്ലെങ്കിൽ മിഷനുമാണ്. ഞങ്ങളുടെ മേരിമക്കൾ സന്യാസിനി സമൂഹത്തിൻ്റെ ക്യാരിസം എന്ന് പറയുന്നത് ബി പ്യുവർ ആൻഡ് പോർ ഫോർ ദ കിങ്ഡം ഓഫ് ഗോഡ്. ദൈവരാജ്യത്തിന് വേണ്ടി നിർമ്മലരും ദരിദ്രരുമായിരിക്കുക. മിഷൻ എന്ന് പറയുന്നത് ഭവന സന്ദർശനം വഴിയുള്ള സുവിശേഷ പ്രഘോഷണം. മാർത്താണ്ഡത്തെ ജനങ്ങളെ വിശ്വാസത്തിൽ ഉറപ്പിക്കുന്നതിന് വേണ്ടി, പാവപ്പെട്ടവരെ സമുദ്ധരിക്കുന്നതിനു വേണ്ടി മേരിമക്കൾ സന്യാസിനി സമൂഹം സ്ഥാപിതമായി.
സ്ഥലകാല ഭേദമെന്നെ ലോകമെങ്ങും സുവിശേഷം അറിയിക്കുക എന്നതാണ് മേരി മക്കളുടെ പ്രത്യേകത. മദർ, ഇപ്പം മേരി മക്കൾ സന്യാസ സമൂഹത്തിൻ്റെ അനന്യത പ്രത്യേകതയെക്കുറിച്ച് മദർ വിവരിക്കുന്നുണ്ടായി. ഈ തെക്കൻ പ്രദേശങ്ങളിൽ ഈ സന്യാസ സമൂഹം സ്ഥാപിച്ചപ്പോൾ അതിൻ്റെ തുടർ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോവുക പ്രായോഗികമായ ഉണ്ടായ ഒരു കാലഘട്ടമാണ്. എങ്ങനെയാണ് ഈ തുടർ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോയത്? ദൈവപരിപാലനയിൽ ആശ്രയിച്ചാണ് വല്യച്ഛൻ എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത്. ദൈവമെല്ലാം നടത്തിക്കൊള്ളുമെന്ന് അച്ഛൻ ഉറച്ചു വിശ്വസിച്ചിരുന്നു. വലിയ മിഷണറിയായ അച്ഛൻ തൻ്റെ നാട്ടിൽ പർവിത്താനത്ത് ചെന്ന് തൻ്റെ പ്രിയപ്പെട്ടവരോട് മാർത്താണ്ഡത്തെ മിഷൻ സാധ്യതകളെക്കുറിച്ചും പ്രേക്ഷിത മേഖലകളെക്കുറിച്ചും സംസാരിക്കുകയും ഒപ്പം പുതുതായി രൂപം കൊള്ളാൻ ഇരിക്കുന്ന സന്യാസിനി സമൂഹത്തെപ്പറ്റി തൻ്റെ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും പറയുകയും ചെയ്തു. പ്രത്യേകിച്ച് അച്ഛൻ്റെ ചാച്ചക്കാരനായിരുന്ന കല്ലറയ്ക്കൽ മാത്തൻ്റെ മകൾ അച്ഛൻ പറയുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ഏലിയാമ്മ എന്ന് പറയുന്ന ആ മകൾ അച്ഛനോട് തന്നെ പറഞ്ഞു, അച്ഛൻ മഠം തുടങ്ങിയാൽ ഞാനും വരാം. അച്ഛന് ഈ ഏലിയാമ്മയുടെ ഉത്തരത്തിൽ സന്തോഷവാനായി. ഒപ്പം വടക്കേ ഇന്ത്യയിൽ മിഷൻ പ്രവർത്തനത്തിന് പോകുവാനായിട്ട് ആഗ്രഹിച്ച് ഒരുങ്ങിക്കൊണ്ടിരുന്ന വടക്കൻ മേരിയും, അതായത് ഏലിയാമ്മയുടെ സഹോദരി പുത്രി വടക്കൻ മേരിയും ഈ കൂടത്തിൽ മാർത്താണ്ഡത്ത് വരാനായിട്ട് തയ്യാറായി. അങ്ങനെ 1938 തിരുവനന്തപുരത്ത് മോൺസിഞ്ഞോർ ജോസഫ് കുഴിഞ്ഞാലിലച്ചനും ഏലിയാമ്മയും മേരി വടക്കനും കൂടെ മാർ ഇവാസ്നിയോസ് പിതാവിനെ സന്ദർശിക്കുന്നതിനായി കടന്നു വന്നു. അവിടെ വന്ന് ഉടനെ തന്നെ വന്യപിതാവിനോട് സംസാരിച്ച് കാര്യങ്ങളെല്ലാം തിരക്കിയ ശേഷം 2 പേർ കൂടാതെ മൂന്നാമത് ഒരാളെ കൂടി, അത് ശോശാമ്മ കൊച്ചുകാലായിൽ എന്ന് പറയുന്ന വ്യക്തി ബഥനി സന്യാസിനി സമൂഹത്തിൽ അർദ്ധനിയാകാൻ ആഗ്രഹിച്ചുകൊണ്ട് പരിശീലനത്തിന് തുടക്കം കുറിക്കുവാൻ ഇരുന്ന സമയത്ത് ആ ശോശാമ്മയെ കൂടി ഈ കൂട്ടത്തിൽ ചേർത്തു. അങ്ങനെ 3 പേർ ചേർന്ന് ബഥനി മഠത്തിൽ ഒരാഴ്ചത്തെ ധ്യാനം നടത്തി അതിനുശേഷം മാർത്താണ്ഡത്തെത്തി. അങ്ങനെ 1938 മെയ് 8 മാർത്താണ്ഡത്ത് 3 പേരാൽ മേരി മക്കൾ സന്യാസിനി സമൂഹത്തിന് തുടക്കം കുറിച്ചു. മദർ, ആദ്യകാലത്ത് ഈ സന്യാസിനി സമൂഹം, ഈ വന്ന 3 പേരും എവിടെയായിരുന്നു അവരുടെ താമസം? അവരുടെ സന്യാസ പരിശീലനം എപ്രകാരമായിരുന്നു? 3 പേർ അടങ്ങുന്ന ഈ സന്യാസിനികൾ മാർത്താണ്ഡത്ത് വന്നപ്പോൾ അവർക്ക് താമസത്തിനായിട്ട് കുഴിഞ്ഞാലിലച്ചൻ താമസിച്ചു കൊണ്ടിരുന്ന വസതിയും പള്ളിയുമായി ഉപയോഗിച്ചിരുന്ന കൊച്ചു വാടക വീട് ഇവർക്ക് താമസത്തിനായി വിട്ടുകൊടുത്തു. അതിനുശേഷം അച്ഛൻ പണിതീരാത്ത പള്ളിയിലേക്ക് താമസം മാറ്റുകയും അങ്ങനെ മേരി മക്കളുടെ ആദ്യത്തെ ഭവനമായി, നേരത്തെ നമ്മൾ പിശാച് ബാധ ഉണ്ട് എന്ന് പറഞ്ഞിരുന്ന ആ ഭവനം തന്നെ മേരി മക്കളുടെ ആദ്യ ഭവനമായി മാറി, മാതൃഭവനമായി മാറി. മദർ, ഇപ്പോൾ അവർ 3 പേരിവിടെ താമസമാക്കിയതിനെക്കുറിച്ച് പറഞ്ഞു. ഇവർക്ക് ആദ്യകാല പരിശീലനം എപ്രകാരമായിരുന്നു? പരിശീലനം പൂർത്തിയാക്കി എന്നാണ് അവർ ആദ്യ വ്രതവാഗ്ദാനം നടത്തിയത്? ആദ്യ അംഗങ്ങൾ മലങ്കര കത്തോലിക്ക സഭയുടെ ചൈതന്യത്തിലും പരിശീലനത്തിലും കലർപ്പില്ലാതെ പരിശീലിപ്പിക്കപ്പെടണം എന്ന ദീർഘവീക്ഷണത്തോടെ അഭിവന്യ മാർ ഇവാനിയോസ് പിതാവ് ബഥനി സന്യാസിനി സമൂഹത്തിൻ്റെ മദർ ബാസിമിനെ പരിശീലനത്തിനായി നിയോഗിച്ചു. ഒപ്പം സന്യാസ സമൂഹത്തിൻ്റെ അനുഭവവും പരിശീലനവും ലഭിക്കുന്നതിനായി ബഥനി മഠത്തിലെ തന്നെ മറ്റു 3 പേരെ കൂടെ ഇവരുടെ സഹായത്തിനായി മാർത്താണ്ഡത്തേക്ക് അയച്ചു. 1940 ജൂൺ 4 സന്യാസ പരിശീലനം പൂർത്തിയാക്കി ഏലിയാമ്മ കല്ലറയ്ക്കൽ സിസ്റ്റർ മേരി എന്ന നാമധേയവും മേരി വടക്കൻ സിസ്റ്റർ ആഗ്നസ് എന്ന നാമധേയവും ശോശാമ്മ കൊച്ചുകാലായിൽ സിസ്റ്റർ തെരേസ എന്ന നാമധേയവും സ്വീകരിച്ച് മാർ ഇവാനിയോസ് പിതാവിൻ്റെ മുമ്പിൽ വ്രതവാഗ്ദാനം നടത്തി സന്യാസ വസ്ത്രം സ്വീകരിച്ചു. മദർ, ഇപ്പോൾ ഇവർ ആദ്യത്തെ നാമം ഉപേക്ഷിച്ച് പുതിയ ഒരു പേര് സ്വീകരിച്ചതായിട്ട് ഇവിടെ സൂചിപ്പിച്ചു. എന്താണ് ഇതിൻ്റെ പ്രസക്തി, അർത്ഥം? എല്ലാ സന്യാസിനി സമൂഹങ്ങളിൽ ഉള്ളതുപോലെ നമ്മുടെ സമൂഹത്തിലും ഈ പേരുമാറ്റമുണ്ട്. അത് ലോകത്തിൽ മരിച്ച് ക്രിസ്തുവിൽ പുതു സൃഷ്ടിയാകുന്നതിനെ സൂചിപ്പിക്കുന്നതാണ്.
പ്രത്യേകിച്ച് ലോകത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് എന്ന് പറഞ്ഞാൽ ബാഹ്യമായ കാര്യങ്ങളിൽ നിന്ന് എല്ലാം ഒന്ന് മാറി നിന്നുകൊണ്ട് ദൈവവുമായി വ്യക്തിപരമായ ബന്ധത്തിൽ ആഴപ്പെട്ട് ഒരു പുതിയ ദൗത്യം ഏറ്റെടുക്കുന്നതിൻ്റെ പ്രതീകമായിട്ട് എന്ന് പറഞ്ഞാൽ ലോകത്തിൽ മരിക്കുക എന്ന് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ഉള്ളവരെ പോലെ ജീവിക്കാതെ ദൈവത്തിന് വേണ്ടി പ്രത്യേകം മാറ്റിവെക്കപ്പെട്ടവരാണ് ഇവരെന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണ് ഈ പെരുമാറ്റം. മദർ ആദ്യം ജോസഫ് കുഴിഞ്ഞാലിലച്ഛൻ്റെ മിഷൻ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറഞ്ഞു. മിഷൻ പ്രവർത്തനങ്ങളിൽ അച്ഛൻ ഏറ്റെടുത്ത ത്യാഗത്തെക്കുറിച്ച് സൂചിപ്പിച്ചു. അതിനുശേഷം ഒരു സന്യാസിനി സമൂഹം തുടങ്ങുന്നതിനെക്കുറിച്ച് സൂചിപ്പിച്ചു. ഇപ്പോൾ ആദ്യമായി 3 പേര് വ്രതവാഗ്ദാനം നടത്തി ഈ സന്യാസ സമൂഹത്തിൽ അംഗങ്ങളായി മിഷൻ പ്രവർത്തനം ആരംഭിക്കുന്നു. ആദ്യകാല മിഷൻ പ്രവർത്തനങ്ങൾ എപ്രകാരമായിരുന്നു ഈ സിസ്റ്റേഴ്സിൻ്റേത്? മനുഷ്യഹൃദയങ്ങളെ ദൈവത്തിലേക്ക് അടുപ്പിക്കുക എന്ന ആഗ്രഹത്തോടെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ് തൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിൽ ഒരു കയ്യിൽ റാന്തൽ വിളക്കും മറുകൈയിൽ ജപമാലയുമേന്തി ഭവനങ്ങളിലേക്ക് കടന്നു ചെന്നു. അവിടെ ചെന്ന് ആരോഗ്യപാലനം, ശുചിത്വം, ശിശുപാലനം എന്നിവയെപ്പറ്റി ക്ലാസ്സുകളെടുത്തു. വീണ്ടും ആ മക്കളെ വിശ്വാസത്തിൽ ഉറപ്പിക്കുന്നതിന് വേണ്ടി ചെറിയ ചെറിയ നമസ്കാരങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. സ്ത്രീകൾ എപ്പോഴും ജോലിയിൽ വ്യാപൃതരായിരുന്നു. പ്രത്യേകിച്ച് മാർത്താണ്ഡത്തെ സ്ത്രീകൾ കരിമ്പനയിൽ നിന്ന് കിട്ടുന്ന അക്കാനി കാച്ചി കരിപ്പ് കെട്ടി ഉണ്ടാക്കുന്ന ജോലിയായിരുന്നു. 2 പേർ ചേർന്നാണ് മിഷൻ പ്രവർത്തനത്തിന് പോയിരുന്നത്. അവരിൽ ഒരാൾ സ്ത്രീകളെ, അമ്മമാരെ വേദോപദേശം പഠിപ്പിക്കും, മറ്റേയാൾ അമ്മമാരുടെ ജോലി ഏറ്റെടുത്ത് നടത്തും. അങ്ങനെ അടുക്കളയിൽ കയറി ചെന്ന് അൾത്താരയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ അന്നത്തെ സിസ്റ്റേഴ്സിന് സാധിച്ചു. സുവിശേഷ പ്രഘോഷണത്തോടൊപ്പം മനുഷ്യോപകാരപ്രദമായ പല കാര്യങ്ങളും ആദ്യ അംഗങ്ങൾ ചെയ്തു. ഇന്നും നമ്മുടെ സഭയുടെ പ്രവർത്തനത്തിന്, ഞങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനത്തിന് പ്രചോദനമേകുന്നുണ്ട് ഇവരുടെ ജീവിതം, ഇവരുടെ പ്രവർത്തനങ്ങൾ. മദർ 3 സന്യാസിനികൾ ഇവിടെ വന്ന് പരിശീലനം നേടി സമൂഹം തുടങ്ങിയതിനെക്കുറിച്ച് സൂചിപ്പിച്ചു. ഈ 3 പേരിൽ നിന്നും ഇതിൻ്റെ വളർച്ച ഒന്ന് വിശദീകരിക്കാമോ? എപ്രകാരമാണ് അവരുടെ പ്രവർത്തനങ്ങൾ, തുടർ സന്യാസിനികൾ എങ്ങനെയാണ് ഇവിടെ വന്നത് എന്നതിനെക്കുറിച്ചൊന്ന് അതൊന്ന് വിശദീകരിക്കാമോ? മലങ്കര സഭയിൽ സ്ഥാപിതമായ സന്യാസിനി സമൂഹമാണ് ഇതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിൽ 2 പേര് അച്ഛൻ്റെ സ്വന്തം നാട്ടിൽ നിന്ന് പിറവിത്താനത്ത് നിന്ന് വന്നവരാണ്. മദർ മേരി കല്ലറയ്ക്കലും സിസ്റ്റർ ആഗ്നസ് വടക്കനും. എന്നാൽ 3ാമതൊരാൾ വന്നത് കൊട്ടാരക്കരയിൽ നിന്ന് കൊച്ചുകാലായിൽ ശോശാമയായിരുന്നു. അതായത് മലങ്കര സഭയിൽ നിന്ന് വന്ന ഒരു സഹോദരിയായിരുന്നു. അപ്പം ഇവർ 3 പേരും അങ്ങേയറ്റം ആത്മാർത്ഥമായി ദൈവവിളി ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചു, പരിശ്രമിച്ചു, അധ്വാനിച്ചു. പ്രത്യേകിച്ച് ജോസഫ് കുഴിഞ്ഞാലിലച്ഛൻ സ്വന്തം ഇടവകയായി പിറവിത്താനത്ത് ചെന്ന് സ്വന്തക്കാരോടും ബന്ധുക്കളോടും സന്യാസിനി സമൂഹത്തിൻ്റെ ആവശ്യകതയെപ്പറ്റി, ഇനിയും കൂടുതൽ സിസ്റ്റേഴ്സ് വേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി പറഞ്ഞപ്പോൾ സ്വന്തക്കാരും ബന്ധക്കാരുമായ ആൾക്കാർ, അവരുടെ ഭവനത്തിൽ നിന്ന് തന്നെ പല സന്യാസിനികളും മാർത്താണ്ഡത്തേക്ക് വരുവാനായിട്ട് മനസ്സ് കാണിച്ചു. അങ്ങനെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സിൻ്റെയും അച്ഛൻ്റെയും പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് വീണ്ടും ധാരാളം സിസ്റ്റേഴ്സ് മേരി മക്കൾ സന്യാസിനി സമൂഹത്തിലേക്ക് കടന്നു വന്നു. അങ്ങനെ സമൂഹം വളരാനിടയായി. മാർത്താണ്ഡത്ത് ജോസഫ് കുഴിഞ്ഞാലിലച്ഛൻ ഒരു വാടക വീട്ടിലാണ് താമസിച്ചതെന്ന് മദർ സൂചിപ്പിച്ചു. തുടർന്ന് അത് സന്യാസിനി ഭവനമായി മാറി. ഈ സമയത്തൊന്നും അവിടെ ഒരു ദേവാലയം ഉണ്ടായിരുന്നോ? എവിടെയാണ് കുഴിഞ്ഞാലിലച്ഛൻ വിശുദ്ധ കുർബാന അർപ്പിച്ചിരുന്നത് എന്നതിനെക്കുറിച്ചൊന്ന് സൂചിപ്പിക്കാം. ആദ്യം ഞാൻ പറഞ്ഞതുപോലെ അച്ഛൻ വാടക വീട്ടിൽ തന്നെയായിരുന്നു വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം പിറവിത്താനത്തെ ഇടവക മക്കളുടെ ഈ വന്ന 2 സിസ്റ്റേഴ്സും സാമ്പത്തികമായി നല്ല സുസ്ഥിതി ഉണ്ടായിരുന്ന ആൾക്കാരായിരുന്നു. ആ കുടുംബത്തിൽ നിന്നും അതുപോലെ അച്ഛൻ്റെ കുടുംബത്തിൽ നിന്നും അവർ പണം കൊടുത്തിരുന്നു. കുഴിഞ്ഞാലിലച്ഛൻ്റെയും പ്രിയപ്പെട്ട സിസ്റ്റേഴ്സിൻ്റെയും വീടുകളിൽ നിന്ന് ലഭിച്ച സാമ്പത്തിക സഹായം കൊണ്ട് ഇപ്പോൾ മാർത്താണ്ഡത്തുണ്ടായിരുന്ന ആ കത്തീഡ്രൽ ദേവാലയം പ്രിയപ്പെട്ട ജോസഫ് കുഴിഞ്ഞാലിലച്ഛൻ പണി തീർത്തതാണ്. മദറിപ്പം സൂചിപ്പിക്കുകയുണ്ടായി ബഹുമാനപ്പെട്ട കുഴിഞ്ഞാലിലച്ഛൻ സ്ഥാപിച്ച, പണികഴിപ്പിച്ച ദേവാലയം കത്തീഡ്രൽ ദേവാലയമായി മാറിയതിനെക്കുറിച്ച്. തുടർന്ന് മറ്റു പ്രദേശങ്ങളിലേക്ക് ദേവാലയങ്ങൾ വരാനുണ്ടായ സാഹചര്യവും
അല്ലെങ്കിൽ സുവിശേഷ പ്രവർത്തനങ്ങൾ എപ്രകാരമായിരുന്നു എന്നതിനെക്കുറിച്ച് മദറിന് ഒന്ന് സൂചിപ്പിക്കാമോ? ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ ജ്ഞാനസ്നാനം സ്വീകരിച്ചവരുടെ എണ്ണം കൂടിയപ്പോൾ വിശ്വാസ സമൂഹം വളർന്നു. അപ്പോൾ അവിടെയെല്ലാം അച്ഛൻ എത്തിപ്പെടാൻ സാധിക്കാതെ വന്നപ്പോൾ ചെറിയ ചെറിയ മിഷൻ സ്റ്റേഷനുകൾ, അതായത് ചെറിയ കുടിലുകളായിട്ട് ചെറിയ ഷെഡുകൾ സ്ഥാപിച്ചുകൊണ്ട് അവിടെ ആരാധന സംവിധാനം ക്രമീകരിച്ചു. അച്ഛൻ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആഴ്ചയിൽ ഒരിക്കൽ അച്ഛൻ പോകുന്നു. ഒപ്പം ഉപദേശിമാരെയും ഉപദേശിനിമാരും അച്ഛനെ സഹായിക്കാനുണ്ടായിരുന്നു. അവരോടൊപ്പം ഈ സിസ്റ്റേഴ്സും വന്നപ്പോൾ സിസ്റ്റേഴ്സും ഉപദേശിമാരും ഒരുമിച്ച് അച്ഛനോടൊപ്പം ശുശ്രൂഷ ചെയ്തു. ഈ ചെറിയ ഷെഡുകളിൽ പ്രവർത്തനം ആരംഭിച്ച് അവസാനം ഇപ്പോൾ ക്രമേണ ആ ഷെഡുകളെല്ലാം വലിയ പള്ളികളായി മാറി. ഇന്ന് മാർത്താണ്ഡത്ത് മിക്ക ഇടവകകളും സ്ഥാപിതമായതിൻ്റെ കാരണം ബഹുമാനപ്പെട്ട ജോസഫ് കുഴിഞ്ഞാലിലച്ഛനും പ്രിയപ്പെട്ട സിസ്റ്റേഴ്സിൻ്റെയും പ്രവർത്തന ഫലമാണെന്ന് പറയാൻ സാധിക്കും. മിഷൻ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ദേവാലയങ്ങൾ സ്ഥാപിച്ചു. അവിടുത്തെ ജനങ്ങൾ വിദ്യാഭ്യാസത്തിൽ പിന്നോക്കം നിൽക്കുന്നവരാണ്. നേരത്തെ രോഗത്തിൻ്റെ മേഖലകളെക്കുറിച്ചും ഒക്കെ സൂചിപ്പിച്ചു. കുഴിഞ്ഞാലിലച്ഛൻ്റെ പ്രവർത്തന ഫലമായിട്ടോ മേരി മക്കൾ സന്യാസ സമൂഹത്തിൻ്റെ പ്രവർത്തന ഫലമായിട്ടോ വിദ്യാഭ്യാസത്തിനും ആതുര ശുശ്രൂഷ മേഖലയിലും എന്തെങ്കിലും പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. പ്രത്യേകിച്ച് ഞാൻ ഓർക്കുന്നു, ആദ്യകാലങ്ങളിൽ അവിടുത്തെ ജനങ്ങൾക്ക് അക്ഷരജ്ഞാനം ഇല്ലായിരുന്നു. അവരെ പഠിപ്പിക്കുന്നതിന് വേണ്ടി സിസ്റ്റേഴ്സ് അങ്ങേയറ്റം പരിശ്രമിച്ചു. അതിനുവേണ്ടി വൈകുന്നേരങ്ങളിൽ ഭവനങ്ങളിൽ പോയിരുന്ന് അക്ഷരം പഠിപ്പിച്ചിരുന്നത് ഓർക്കുകയാണ്. സ്കൂളുകളില്ലാത്തതുകൊണ്ട് മരത്തണലിൽ വെച്ചും ചെറിയ ചെറിയ ഷെഡുകളിൽ വെച്ചുമൊക്കെ വിദ്യാഭ്യാസം കൊടുത്തിരുന്നു. അങ്ങനെ അക്ഷരജ്ഞാനമില്ലാത്തവരെ എത്ര ഉപദേശങ്ങൾ കൊടുത്താലും എന്തെല്ലാം കാര്യങ്ങൾ പഠിപ്പിച്ചാലും അവരെ ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയ സിസ്റ്റേഴ്സ് ആദ്യമായി തന്നെ അവിടുത്തെ ജനങ്ങൾക്ക് അക്ഷരജ്ഞാനം നൽകുന്നതിന് വേണ്ടി മരത്തണലിൽ ഇരുന്ന് വിദ്യാഭ്യാസം കൊടുത്തു. അതുപോലെ ചെറിയ ഷെഡുകൾ വെച്ച് അവിടെ വിളിച്ച് ആളുകളെ വിളിച്ചിരുത്തി ക്ലാസ്സുകൾ കൊടുത്ത് അവരെ പ്രബുദ്ധരാക്കി. അങ്ങനെ മരത്തണലിൽ തുടങ്ങിയ, ചെറിയ ഷെഡിൽ തുടങ്ങിയ സ്കൂളുകളാണ് ഇന്ന് വലിയ സ്കൂളുകളായി പലയിടങ്ങളിലും കാണാൻ സാധിക്കുന്നത്. അതുപോലെ പാവപ്പെട്ട ജനങ്ങൾക്ക് മുറിവ് വരുമ്പോൾ മുറിവ് വച്ച് കെട്ടാൻ അറിയില്ലായിരുന്നു. ആ സമയത്ത് പുണ്ണുകെട്ട് എന്ന് പറയുന്ന ഒരു ശുശ്രൂഷ പ്രിയപ്പെട്ട അച്ഛനും സിസ്റ്റേഴ്സും നടത്തിയിരുന്നു. കുർബാന കഴിയുമ്പോൾ ആളുകൾ നിരനിരയായി പുണ്ണ് കെട്ടുന്നതിന് വേണ്ടി നിൽക്കുമായിരുന്നു. ആ സമയത്ത് അച്ഛനും സിസ്റ്റേഴ്സും ഈ പാവപ്പെട്ട മനുഷ്യരുടെ മുറിവുകൾ വച്ചുകെട്ടി മരുന്ന് പുരട്ടി അവരെ സുഖപ്പെടുത്തി അയക്കുന്ന രംഗങ്ങളും പലപ്പോഴും കേൾക്കുവാനിടയായിട്ടുണ്ട്. അങ്ങനെ ദേവാലയത്തിൽ തുടങ്ങിയ ഈ പുണ്ണുകെട്ടാണ് അവസാനം ക്ലിനിക്കായി, ഡിസ്പെൻസറിയായി, ഹോസ്പിറ്റലുകളായി വളർന്ന് ഇന്ന് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും മേരി മക്കൾ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹൃദയപൂർവ്വം എന്ന ഈ പരിപാടിയുടെ ആദ്യത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. മദറിന് പ്രത്യേക നന്ദി.